ഇനി അടുത്ത് എന്താണ് ലായനികൾ? ലായനി എന്ന് വെച്ചാൽ ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നതാണ് ലായനി. ഇവിടെ ഹരദ്രാവക ലായനിയായിട്ട് പൊട്ടാസ്യം പെർമംഗനേറ്റ് ലായനിയും ദ്രാവക ലായനിയായിട്ട് വിനാഗിരിനെയും വാതക ലായനിയായിട്ട് സോഡാ വെള്ളത്തെയും വാതക ലായനിയായിട്ട് വായുവിനെയും പറയുന്നു. ഇവിടെ ഈ ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നതിനെ ലായനി എന്ന് പറയുമല്ലോ. അപ്പോൾ എന്താണ് ഈ ലീനമെന്നും ലായകമെന്നും അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ജലത്തെയാണ് സാർവത്രിക ലായകമായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ജലം എടുത്താൽ അതിൽ പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്താൽ അത് പിന്നീട് അത് ലായനിയായി മാറും, പഞ്ചസാര ലായനിയായി മാറും. അപ്പോൾ ഈ പഞ്ചസാരയെ നമ്മൾ ലീനമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ലീനം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ലായകത്തിൽ ലയിച്ചു ചേർന്ന ആ വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. ഇനി ഈ ലായനികളിലെ വൈവിധ്യം നോക്കാം. വാതകം ഹരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഹരപദാർത്ഥം മറ്റൊരു ഹരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളുമുണ്ട്. പല്ലേഡിയം എന്ന ഹരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാവുന്ന ലായനി ഒരു ഹരവാതക ലായനിയാണ്. ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോകസങ്കരങ്ങൾ മറ്റൊരു ഹരത്തിൽ ലയിച്ച ലായനികളാണ്. 916 സ്വർണം എന്നത് കേട്ടിട്ടില്ലേ? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റ് ലോകങ്ങളും, അതായത് വെള്ളിയും ചെമ്പും ചേർത്തുണ്ടാക്കുന്ന സ്വർണത്തെയാണ് 916 സ്വർണമെന്ന് നാം പറയുന്നത്. ഇത് ഒരു ഹര ലായനിയാണ്. ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ. ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെ നമ്മൾ ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. ഇനി നാം ശ്വസിക്കുന്ന വായു ഒരു മിശ്രിതമാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവും അന്തരീക്ഷത്തിൽ ഏതൊക്കെ വാതകങ്ങളുണ്ടെന്നും അത് എത്രത്തോളം അന്തരീക്ഷത്തിൽ ഉണ്ടെന്നുമാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നൈട്രജൻ 78% ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 0.04% ഉണ്ട്. ഓക്സിജൻ 21% ഉണ്ട്. മറ്റുള്ളവ 0.96% ഉണ്ട്. ഇനി ഇവിടെ തന്മാത്ര എന്താണെന്ന് പറയുന്നുണ്ട്. ഇവിടെ സൈഡിൽ പഞ്ചസാരപ്പൊടി എന്ന് വെച്ച് പഞ്ചസാരയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണികയാണ് പഞ്ചസാരപ്പൊടി. ഈ പഞ്ചസാരയുടെ പൊടി തന്മാത്ര എന്ന് അറിയപ്പെടുന്നു. ഇത്തരം ചെറു കണികകളാണ് തന്മാത്രകൾ. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അവയുടെ തന്മാത്രകൾ കൊണ്ടാണ്. തന്മാത്രയ്ക്ക് ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും. ഇനി എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയെ തന്മാത്ര എന്ന് പറയുന്നു. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഇനി കണാദൻ. പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കപ്പെടുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നതാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്ന് അദ്ദേഹം പേര് നൽകി. അപ്പോൾ സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്ന് പേര് നൽകിയത് കണാദമുനിയാണ്. ഇനി തന്മാത്രകൾ അടുത്തും അകന്നും. പദാർത്ഥങ്ങൾക്ക് ഹരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ചുറ്റും കാണുന്ന ഹരപദാർത്ഥങ്ങളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെ നിലകൊള്ളുന്നു എന്ന് നോക്കാം. എന്താണ് ആറ്റം അഥവാ ആറ്റങ്ങൾ? തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഒരു ജല തന്മാത്ര ഉണ്ടാകുന്നത്. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയിലെ ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് PYQ ആണ് കേട്ടോ. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ മിശ്രിതം. അപ്പോൾ മിശ്രിതത്തിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകില്ലേ?
വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകളെ സൂചിപ്പിക്കുന്ന ചിത്രീകരണം നമുക്ക് നോക്കാം. ചില പദാർത്ഥങ്ങൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇവ ശുദ്ധ പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ചിലത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഇനി എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ? ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായാൽ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശുദ്ധമായതെന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റു എണ്ണകളോ ഘടകപദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ്. ഇനി അടുത്ത് പദാർത്ഥങ്ങളെ നമ്മൾ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ശുദ്ധപദാർത്ഥങ്ങളെന്നും മറ്റൊന്ന് മിശ്രിതങ്ങളെന്നും. അതിൽ മിശ്രിതങ്ങളിലെ ഏകാത്മക മിശ്രിതമെന്നും ഭിന്നാത്മക മിശ്രിതമെന്നും അത് വീണ്ടും ഡിവൈഡ് ആവുന്നുണ്ട്. ഇനി ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയ. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നത് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്. അതിൻ്റെ ഭാഗം 1 ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ വിളയിക്കാം നൂറുമേനി. അതിലെ ആദ്യത്തെ പോയിന്റ് വരുന്നത് നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ബലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? വിത്ത് മുളപ്പിച്ചു മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ ഇവയും നടീൽ വസ്തുക്കളാണ്. അപ്പോൾ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയും നടീൽ വസ്തുക്കളായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി എന്താണ് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും? ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമല്ലോ. ഇനി എന്താണ് പതിവയ്ക്കൽ? പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കും. പതിവയ്ക്കുന്നതിന് 3 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മാതൃസസ്യത്തിൽ നിന്നും പെൻസിലിന്റെ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾ ഇടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. രണ്ടാമത്തെ ഘട്ടം ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. മൂന്നാമത്തെ ഘട്ടം 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാവും. വേര് മുളച്ച് കമ്പ് പതിവെച്ചതിനു താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രേ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. ഇനി അടുത്ത് എന്താണ് പതിവയ്ക്കൽ? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. പതിവയ്ക്കൽ. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ അഥവാ പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. വിവിധ രീതികളിൽ പതിവയ്ക്കുന്ന സസ്യങ്ങൾ. വായുവിൽ പതിവയ്ക്കലാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. ഇനി നാഗപതിവയ്ക്കലാണ്
ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. പതിവച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാവും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേരു പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇനി വേര് മുളപ്പിക്കാൻ ഇങ്ങനെയും. തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. ഇനി അടുത്ത് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ എന്താണെന്ന് നോക്കാം. ഇവിടെ നാടൻ മാവിൻ്റെയും നീലൻ മാവ് എന്നീ മാവിനെ കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാടൻ മാവ് താരതമ്യേന ചെറിയ മാങ്ങയാണ്. പുളിയുള്ളതോ മധുരമുള്ളതുമായ മാങ്ങ നമ്മുടെ നാട്ടിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. നീലമാവ് വലിയ മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ. നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല. നല്ല പരിചരണം വേണം. ഇനി കമ്പൊട്ടിക്കാം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോടുകൂടി ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൻ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയനായി തിരഞ്ഞെടുക്കേണ്ടത്. കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്തു നിന്നും 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയണിൻ്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചെരിച്ച് ചെത്തണം. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഇനി അടുത്ത് മുകുളമൊട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. ഇനി മുകുളമൊട്ടിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടാം. ഘട്ടം 1. നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്നും മുകുളങ്ങൾ തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് സയൻ. ഘട്ടം 2. ചട്ടിയിലോ ഗ്രേബേഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് റൂട്ട് സ്റ്റോക്ക് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തി മാറ്റുക. ഘട്ടം 3. റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. 4ാമത്തെ ഘട്ടം. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിൽ മാറ്റി നടാം. ഇനി എന്താണ് കൃത്രിമ പരാഗണം? സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ഇനി അടുത്ത് എന്താണ് വർഗസങ്കരണം? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. ഇനി സസ്യവും സങ്കരയിനം വിത്തുകളും കൊടുത്തിട്ടുണ്ട്. മുളകിൻ്റെ പ്രധാനപ്പെട്ട സങ്കരയിനം വിത്തുകളാണ് ഉജ്ജ്വലയും ജ്വാലാമുഖിയും. പയർ ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും. നെല്ല് പവിത്രയും അന്നപൂർണയും. തെങ്ങ് ചന്ദ്രശങ്കരയും. ദെൻ വെണ്ടയാണെങ്കിൽ സൽകീർത്തിയും കിരൺ.
വർഗസംകരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇനി കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശൂർ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ കേരള കാർഷിക സർവകലാശാല തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. ഇനി അടുത്ത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. അടുത്ത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അത് കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്ക് കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാർക്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം 2023 മരിക്കുന്നത്. 1925 ജനനം, 1925 ജനിച്ചു, 2023 മരിച്ചു. ഇനി ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. രാസവളം രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. ദെൻ ജൈവവളം കൂടുതൽ അളവിൽ വേണ്ടിവരും, രാസവളം കുറഞ്ഞ അളവിൽ മതി. ജൈവവളം മണ്ണിന് ദോഷകരമല്ല. രാസവളങ്ങൾ അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ജൈവവളം ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളങ്ങൾ ആവശ്യമായ ഘടകം മാത്രമായി നൽകാം. ഇനി എന്താണ് ജീവാണുവളം? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ് അസറ്റാണ് വളം. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസൈപ്പർലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി കീടനിയന്ത്രണ മാർഗങ്ങൾ. ജൈവ നിയന്ത്രണം. വട്ടച്ചാഴി അഥവാ ലേഡി ബാഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ഡ്രൈക്കോഗ്രാമ. ഇതേപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. ഇനി യാന്ത്രിക നിയന്ത്രണം. ചിലയിനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരുതരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം പരിചയപ്പെടാം. ഒരു പിടി തുളസിയില ചതച്ച ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസിയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റുവോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. കീടനാശിനികൾ രണ്ട് തരമുണ്ട്: രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. രാസകീടനാശിനികൾ എന്ന് വെച്ചാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസകീടനാശിനികൾ. ജൈവ കീടനാശിനികൾ എന്ന് വെച്ചാൽ രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി പുകയില കഷായം.
100 ഗ്രാം പുകയില ചെറുകഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. ഇനി അടുത്ത് നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതികവിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. ഇവിടെ ഒരു സർക്കിളുണ്ട്, അതിൽ കാർഷിക രംഗം എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം. സെറികൾച്ചർ എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴു വളർത്തലിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. ഫ്ലോറികൾച്ചർ എന്ന് വെച്ചാൽ പുഷ്പ കൃഷിയാണ്. എപ്പികൾച്ചർ എന്ന് വെച്ചാൽ തേനീച്ച വളർത്തൽ. പിസികൾച്ചർ എന്ന് വെച്ചാൽ മത്സ്യകൃഷി. കന്നുകാലി വളർത്തലാണ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. പൗൾട്രി ഫാമിംഗ് എന്ന് വെച്ചാൽ കോഴിക്കൃഷിയാണ്. മഷ്റൂം കൾച്ചർ എന്ന് വെച്ചാൽ കൂൺ കൃഷിയാണ്. ക്യൂണിക്കൾച്ചർ എന്ന് വെച്ചാൽ മുയൽ വളർത്തലാണ്. ഒന്നുകൂടെ, സെറികൾച്ചർ എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴു വളർത്തൽ. ഫ്ലോറികൾച്ചർ എന്ന് വെച്ചാൽ പുഷ്പകൃഷി. എപ്പികൾച്ചർ എന്ന് വെച്ചാൽ തേനീച്ച വളർത്തൽ. ക്യൂണിക്കൾച്ചർ എന്ന് വെച്ചാൽ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ എന്ന് വെച്ചാൽ കൂൺ കൃഷി. പൗൾട്രി ഫാമിംഗ് എന്ന് വെച്ചാൽ കോഴിക്കൃഷി. ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് വെച്ചാൽ കന്നുകാലി വളർത്തൽ. പിസികൾച്ചർ എന്ന് വെച്ചാൽ മത്സ്യകൃഷി. ഇനി അതിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആസിഡുകളും ബേസുകളും. ലിറ്റ്മസ് പേപ്പർ. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളർന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണ്. ഇനി എന്താണ് ആസിഡുകളും ബേസുകളും? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. എന്താണ് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ്? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ഫോർ എക്സാമ്പിൾ, ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥമാണ് സൂചകങ്ങൾ. ഇതിന് ഉദാഹരണമാണ് ലിറ്റ്മസ് പേപ്പർ, അതൊരു സൂചകമാണ്. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ഇനി സാർവിക സൂചകം. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത്. ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിൻ്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താം. അടുത്ത് സോപ്പ്, അപ്പക്കാരം എന്നിവയുടെ രുചി കാരരുചിയാണ്. സോപ്പ്, അപ്പക്കാരം ഇവയ്ക്ക് കാരരുചിയാണ്. ബേസ് സ്വഭാവമുള്ള പദാർത്ഥമാണ് സോപ്പ്. എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണുള്ളത്. എല്ലാ ബേസുകൾക്കും കാരരുചിയാണുള്ളത്. എല്ലാ ആസിഡുകളും പുളിരുചിയും എല്ലാ ബേസുകൾക്കും കാരരുചിയുമാണുള്ളത്. പേരിന് പിന്നിൽ പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുക. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദമുണ്ടായത്. ഇനി ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചില ആസിഡുകളെ പരിചയപ്പെടാം. ഭക്ഷ്യവസ്തുക്കളും അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് കൊടുത്തിട്ടുണ്ട്. മോര്, തൈര് എന്നിവയിൽ ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡാണ്. വാളൻപുളിയിൽ ടർട്ടാറിക് ആസിഡാണ്. ആപ്പിളിൽ മാലിക് ആസിഡാണ്. നെല്ലിക്കയിൽ അക്സോബിക് ആസിഡാണ്. തക്കാളിയിൽ ഓക്സാലിക് ആസിഡാണ്. ഇനി നെല്ലിക്കയും ആസിഡും. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി എന്നത്
അക്സോർബിക് ആസിഡാണ്. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. ഇനി പാല് തൈരാകുമ്പോൾ പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് തൈര്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? പുളിരുചി ആസിഡിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് അഥവാ ഉറ ഒഴിക്കാറില്ലേ? തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. ഇനി ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. അതിൽ പ്രധാനപ്പെട്ടവ ആസിഡുകളും ബേസുകളും സെപ്പറേറ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിൻ്റെ ബേസുകൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ചുണ്ണാമ്പ്. ഇനി ആസിഡിലെ നൈട്രിക് ആസിഡ്, അതിൻ്റെ ബേസാണ്. നൈട്രിക് ആസിഡിൻ്റെ ബേസുകളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് സോഡ. ദെൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ സൾഫ്യൂരിക് ആസിഡ്. ദെൻ അസറ്റിക് ആസിഡിൻ്റെ ബേസുകളാണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് പൊട്ടാഷ്. ഇനി ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ആനക്കയം ആസിഡ് തെറിച്ച് വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റു. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിൻ്റെ ടിൻ തുറന്നപ്പോഴാണ് അപകടം. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. കാരണം കഴിഞ്ഞതിൻ്റെ നമ്മുടെ പഴയ SCRTൻ്റെ ഇതുപോലത്തെ പത്ര കട്ടിങ്സ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത് ഫോർമിക് ആസിഡാണ്. ഇനി ആസിഡ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്. മണത്തു നോക്കാൻ പാടില്ല. രുചിച്ച് നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. ഇനി ആസിഡ് വീണാൽ വീര്യം കൂടിയ ആസിഡുകൾ ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാക്കുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോർമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. ഇനി ശരീരത്തിനുള്ളിലും ആസിഡവും. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചരിച്ചൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് അസിഡിറ്റി? ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലാവുന്ന അവസ്ഥയാണ് അസിഡിറ്റി. ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് അസിഡിറ്റിക്ക് പരിഹാരമായി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അടുത്ത് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇനി ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും. റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബർ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിറക്കി കഴിഞ്ഞു. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും മാക്കാം. ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രത്യേകത, ഹൈഡ്രജൻ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവുന്നു. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു കത്തുന്ന വാതകമാണ്. ഈ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ്. അതുകൊണ്ട് തന്നെ ബലൂണുകളിൽ, ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്നു. റോക്കറ്റുകളിൽ ഇന്ധനമായി നിറയ്ക്കുന്നു. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കി.
അതുപോലെ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ജലം, ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ജലം ഉണ്ടാകുന്നത്. നമുക്ക് ജലത്തെ വിഘടിപ്പിച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാമെന്ന് പറയുന്നു. ദെൻ ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. ഇനി ആസിഡും അതിൻ്റെ ഉപയോഗമാണ്. അതിൽ സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാക്ടറിയിലും രാസവളങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ. ഇതിൻ്റെ ഫില്ല് ചെയ്തത് നമ്മുടെ റാങ്ക് ഫയലിലുണ്ട്. ഇനി ബേസുകളുടെ ഉപയോഗങ്ങളാണ്. ബേസും അതിൻ്റെ ഉപയോഗങ്ങളും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനും ഉപയോഗിക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകം. മൂന്നാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ ലോകം. എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ? വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങിയ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ. വൈദ്യുത സെല്ല്, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങിയ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെ വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നു. ഇനി വൈദ്യുതിയുടെ ലഘു ചരിത്രം, പിക്ചറൈസേഷൻ ഉണ്ട്. വൈദ്യുതി, പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. അപ്പോൾ വൈദ്യുതി, പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഒരുതരം മരക്കറ ഉറച്ച് ഉണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് ഇന്ന് കാണുന്ന രീതിയിൽ വൈദ്യുതി ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. ഇനി ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം. വെളിച്ചം ലഭിക്കാൻ വൈദ്യുത ബൾബുകളാണല്ലോ നാം സാധാരണയായി ഉപയോഗിക്കുന്നത്. പലതരം ബൾബുകൾ ഉപയോഗത്തിലുണ്ട്. എന്താണ് LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ? ഇപ്പോൾ ഈ LED എന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റഡ് ഡയോഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. LED എന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഈ LED ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFL-ന്. സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CF-നേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. പുതിയ തലമുറ LED ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ബൾബിൻ്റെ പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഫിലമെൻറ്റ് ബൾബ്, കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് അഥവാ CFL, ദെൻ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED. ഇനി എന്താണ് LED മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനത്തെ LED മൊഡ്യൂൾ എന്ന് പറയുന്നു. ഇനി എന്താണ് വൈദ്യുത സർക്യൂട്ട്? വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും. വൈദ്യുത സർക്യൂട്ട് എന്ന് വെച്ചാൽ വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും. അടഞ്ഞ സർക്യൂട്ടും തുറഞ്ഞ സർക്യൂട്ടും. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഇനി സ്വിച്ച്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. വിവിധതരം സ്വിച്ചുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സാധാരണ സ്വിച്ച്, 2-വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച്. ചാലകങ്ങളും ഇൻസുലേറ്ററുകളും. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്ററുകൾ എന്നും പറയുന്നു. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്,
തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളാണ്. സ്വർണം, ഇരുമ്പ്, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്, അഥവാ വൈദ്യുതിയെ കടത്തിവിടുന്നു. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളാണ്, അഥവാ വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. വൈദ്യുത ഷോക്ക്. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുത ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ്. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളതിനാലാണ് ശരീരം വൈദ്യുത ചാലകമാവുന്നത്, അതായത് ശരീരം വൈദ്യുതിയെ കടത്തിവിടുന്നു. ഇനി മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഷോക്കേറ്റാൽ. ഷോക്കേറ്റ് കിടക്കുന്ന ഒരാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ നമുക്കും ഷോക്കേൽക്കും. അതിനാൽ ഒരു കാരണവശാലും ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല. ഷോക്കേറ്റ വ്യക്തിയെ രക്ഷിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരിമാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. അടുത്ത് ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നതുവരെ ഇത് ചെയ്യണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇനി എന്താണ് ജനറേറ്റർ? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജവും പിന്നീട് വൈദ്യുതോർജവുമായി മാറുന്നു. ഇപ്പോൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജവും പിന്നീട് വൈദ്യുതോർജവുമായി മാറുന്നു. അപ്പോൾ യാന്ത്രികോർജമാണ് പിന്നീട് വൈദ്യുതോർജമായി മാറുന്നത്. ഇനി ജലവൈദ്യുത നിലയം. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായി വീടുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ വലിയ ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് നോക്കാം. അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചിട്ടാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച് ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള മറ്റ് സാധ്യതകൾ പിക്ചറൈസേഷനുണ്ട്. താപവൈദ്യുത നിലയം, ആണവോർജ നിലയം, കാറ്റാടിപ്പാടം. കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിന്റെയും തിരമാലയുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.